എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഗോളടിച്ചു. രാജീവ് ചന്ദ്രശേഖർ ഗോളടിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒറ്റയ്ക്ക് ഗോളടിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല. അദ്ദേഹം ജനറൽ സെക്രട്ടറിമാരുമായിട്ട് ആലോചിച്ചു, വൈസ് പ്രസിഡന്റുമാരുമായിട്ട് ആലോചിച്ചു, എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ടൊക്കെയാണ് അല്ല അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല അദ്ദേഹം ഒറ്റയ്ക്ക് ചെയ്യുന്ന ആളല്ലല്ലോ. ഒരാളിന് അദ്ദേഹത്തിന് അത്ര ഒരു കോമൺ സെൻസ് ഒന്നും ഇല്ലാത്ത ഒരാളായിരിക്കത്തില്ലല്ലോ. ഒരു സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോൾ അത്യാവശ്യം പ്രധാനപ്പെട്ട സീനിയർ നേതാക്കളുമായിട്ടൊക്കെ ഒന്ന് കൺസൾട്ട് ചെയ്യാതെ എടുത്ത് ചാടുമോ? മാത്രമല്ല അദ്ദേഹം ഡൽഹി പോയപ്പോൾ 2 കൈ നീട്ടി നരേന്ദ്രമോദി സ്വീകരിക്കുകയാണ് ചെയ്തത് ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി, കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ. പിന്നെ നമ്മുടെ ഇദ്ദേഹം സ്വീകരിച്ചു, പിന്നെ നമ്മുടെ അമിത്ഷായും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും സ്വീകരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരും കൂടെ ഇടപെട്ടത്. അപ്പം നേരത്തെ സുരേഷ് ഗോപി പോയി കേന്ദ്രത്തിൽ മോഡിയെ കണ്ടിരുന്നു. ഇതും കൂടെ ആയപ്പോൾ അത് വലിയ രൂപത്തിലേക്ക് സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നില ഔദ്യോഗികമായി പോയി. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴാണ് നമുക്ക് അദ്ദേഹത്തിന് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് വലിയൊരു അപ്പർ ഹാൻഡ് കിട്ടുന്നത്. ക്രിസ്ത്യാനികൾ ബിലീവേഴ്സ് ചർച്ചുകാർ ഇന്നലെ അവിടെ പോയി കേക്ക് കൊടുത്തു. 2 കന്യാസ്ത്രീകൾ കയറിപ്പോയത് രാജീവ് ചന്ദ്രശേഖരൻ്റെ കാറിലാണ് കയറിപ്പോയി അവർ കന്യാസ്ത്രീ മഠത്തിൽ കൊണ്ടുവിട്ടത്. അങ്ങനെ അതുപോലെ തന്നെ കേരളത്തിലെ കത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ കേരള ഘടകവും ഡൽഹി ഘടകവും അതുപോലെ ഛത്തീസ്ഗഡ് ഘടകവുമൊക്കെ രാജീവ് ചന്ദ്രശേഖറിന് ജയ് വിളിച്ച് വളരെ സന്തോഷം അറിയിപ്പിച്ചു, വലിയ രീതിയിൽ പറഞ്ഞു. ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വലിയ കുത്തിത്തിരിപ്പുകൾ വീണ്ടും തീർന്നിട്ടില്ല. ഇന്നലെ ഏഷ്യാനെറ്റ് ചാനലിൽ ഒരു മാധ്യമപ്രവർത്തകൻ വന്നിരുന്നു, ഞാൻ പേര് പറയുന്നില്ല, മാധ്യമപ്രവർത്തകൻ വന്നിരുന്ന് ഉണ്ടാക്കിയ കുത്തിത്തിരിപ്പ് എന്താണെന്നറിയാവോ? ഇത് നരേന്ദ്രമോദിയുടെ പരിപാടിയാണ്, ഈ നാടകം, ഇത് നാടകമാണ്, നരേന്ദ്രമോദി ഉണ്ടാക്കി. എന്താ നാടകം അദ്ദേഹം പറഞ്ഞ് സമർത്ഥിച്ചത് നല്ല രസകരമാണ് കേട്ടോണ്ടിരിക്കുന്നത്. ഇത് ഏഷ്യാനെറ്റിലൊക്കെ ഇരിക്കാൻ ഒരു ആങ്കറും കൂടി കേട്ടോണ്ടിരിക്കുന്ന സഹ പാനലിസ്റ്റുകളും ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മുടെ നാടിൻ്റെ ഒരു ഗതികേട്. അദ്ദേഹം പറയുകയാണ്, നരേന്ദ്രമോദി ജനാധിപത്യവാദിയും വ്യവസായിയും ടെക്നോക്രാറ്റുമായിട്ടുള്ള ഒരു രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിലേക്ക് അയച്ചു. ഓക്കെ, ആ രാജീവ് ചന്ദ്രശേഖരന് ഇവിടെ ഒരു ഹൈപ്പ് ഉണ്ടാക്കണം. ഓക്കെ, ആ ഹൈപ്പ് ഉണ്ടാക്കണമെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഒരു ബന്ധം വരണം. ശരി, അതിനുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ നമ്മുടെ പ്രധാനമന്ത്രി അവിടെ കണ്ട 2 കന്യാസ്ത്രീകളെ പിടിക്കാൻ ഛത്തീസ്ഗഡിൽ പറഞ്ഞു കൊടുത്തു. അതോ ഇനി 2 കന്യാസ്ത്രീകളെ വേഷം കെട്ടിച്ച് അവിടെ ഇറക്കിയതാണെന്ന് പറഞ്ഞോ? അതും അറിയത്തില്ല. ഇനി കന്യാസ്ത്രീകളുമായിട്ടും അല്ലെങ്കിൽ ബിലീവേഴ്സ് ചർച്ചുമായിട്ടും അല്ലെങ്കിൽ കത്തോലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയായിട്ടും ധാരണ ഉണ്ടാക്കി 2 കന്യാസ്ത്രീകൾ അവിടെ പോയി രേഖകളില്ലാതെ പിടിച്ചുകൊണ്ട് പോകണം. ആ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അല്ലെങ്കിൽ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് പോലീസ് പിടിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇടപെടും. അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ ഇടപെടുമ്പോൾ കേരളത്തിലെ ക്രിസ്ത്യാനികൾ അവരെ കൂടെ നിൽക്കും. എന്തൊരു കഥയാണിത്, എന്തൊരു സംഭവമാണിത്. പക്ഷേ ഇത് കേൾക്കാൻ ആളുണ്ട് കേരളത്തിൽ, ഇത് വിശ്വസിക്കാൻ ഇവിടെ ആളുണ്ട്, ഇതിന് തമ്പടിക്കാൻ ആളുണ്ട്, ഇതിന് ലൈക്ക് അടിക്കാൻ ആളുണ്ട്. അതാണ് കേരളം. 2 കന്യാസ്ത്രീകൾ അവിടെ പോയി കുട്ടികളെ വിളിച്ചുകൊണ്ട് പോയി. അതിൻ്റെ പ്രൊസീജിയർ ലാബ്സും പിന്നെ റെയിൽവേ ടിക്കറ്റ് ഇല്ലാത്തതിൻ്റെ ചില ആദിവാസി യുവാവിൻ്റെ കയ്യിൽ സമയത്ത് റെയിൽവേ ടിക്കറ്റും പ്ലാറ്റ്ഫോം ഇല്ലാത്തതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടല്ലേ ഈ പിടിക്കപ്പെട്ടത്. ആ പിടിച്ചു കഴിഞ്ഞ് അവസാനം ഇവിടെ നിന്ന് ആളുകൾ പോയി ഇറക്കി കൊണ്ടുവന്നതിന് ശേഷം രാജീവ് ചന്ദ്രശേഖറിന് കിട്ടുന്ന അപ്പർ ഹാൻഡ് മനസ്സിലാക്കി ക്രിസ്ത്യൻ സമുദായം, ക്രിസ്ത്യൻ സമൂഹം, പള്ളിക്കാരും മുകളിലുള്ളവരും പിതാക്കന്മാരും അച്ഛന്മാരും ഒക്കെ എന്ത് പറഞ്ഞാലും സാധാരണ ജനങ്ങൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ സത്യസന്ധമായ ഇടപെടൽ, അനൂപ് ആൻ്റണിയുടെ 8 ദിവസത്തെ അധ്വാനം, ഷോൺ ജോർജ് അവിടെ പോയി ചെയ്തിട്ടുള്ള ആ ഇടപെടലുകൾ, ഇതെല്ലാം വളരെ മനോഹരമായി എല്ലാവരും മനസ്സിലിരിക്കുന്ന. ആ കന്യാസ്ത്രീകൾ ഭക്ഷണവും കൊടുത്താൽ വിട്ടതെന്നേ, അവരെ മഠത്തിൽ പോയി ഭക്ഷണവും കഴിച്ചുകൊണ്ടാണ് വന്നത് അവർ. അപ്പോൾ അത്രയും മനോഹരമായി കാര്യങ്ങൾ നടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിലൊരു വേഗത കൂടിയെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസ്ഥാന പ്രസിഡന്റ് അവിടെ പോകേണ്ടിയിരുന്നുള്ള ചോദ്യങ്ങളൊക്കെ കൂടെയുള്ളവർ ചോദിക്കും, സ്വാഭാവികമല്ലേ? അങ്ങനെ ചില ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ സംഘപരിവാർ ഫോറങ്ങളിൽ നിന്ന് വരും. അത് സംഘപരിവാർ എന്ന് പറയുമ്പോൾ ഹിന്ദുത്വത്തിന് കൂടുതൽ മുൻതൂക്കം നിൽക്കുന്ന സംഘടനകളാണല്ലോ. BJP ആണല്ലോ ഈ പറയുന്ന ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെ എല്ലാവരും ഇൻക്ലൂസീവായി കൊണ്ടുപോകുന്നു. അല്ലാതെ സംഘപരിവാർ സംഘടനകൾ മുഴുവൻ ഈ പറയുന്ന ആളുകളെല്ലാം അങ്ങനെ കൊണ്ടുപോകുന്നതല്ലോ. ഇൻക്ലൂസീവ് മീൻസ് എല്ലാവരും ഉൾക്കൊണ്ട് പോകുന്നു, അതിനപ്പുറം ക്ഷേമമൊന്നും അനുഷ്ഠിക്കുന്നില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും രാജീവ് ചന്ദ്രശേഖരന് ഒരു അപ്പർ ഹാൻഡ് കിട്ടിയപ്പോൾ ആ അപ്പർ ഹാൻഡിനെ എങ്ങനെ ഇല്ലാതാക്കാനുള്ള കുത്തിത്തിരിപ്പ് പരിപാടികളുമായിട്ട് നമ്മൾ നടക്കുന്നു. പക്ഷേ അദ്ദേഹം അടിക്കേണ്ട ഗോൾ അദ്ദേഹം അടിച്ചു. ക്രിസ്ത്യാനികളുടെ ശരാശരി സാധാരണ ക്രിസ്ത്യാനികളുടെ മനസ്സിൽ അദ്ദേഹത്തിന് ഒരു ഇടം കിട്ടിക്കഴിഞ്ഞു. അത് രാഷ്ട്രീയമായി ഇനി ഗുണം ചെയ്യുമോ ഗുണം ചെയ്യില്ല എന്നുള്ളതൊക്കെ തെരഞ്ഞെടുപ്പിനെ അറിയാൻ പറ്റുമോ? അതിപ്പോൾ അറിയാൻ പറ്റില്ല. എന്തായാലും ഇത് നരേന്ദ്രമോദിയുടെ ഒരു നാടകമായിരുന്നുവെന്നും ഇതൊരു തിരക്കഥയായിരുന്നു എന്ന് പറയുന്ന ആ മാധ്യമ പ്രവർത്തകന് നല്ല നമസ്കാരം. അത് കേട്ടുകൊണ്ടിരിക്കുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആങ്കർക്ക് അതിനേക്കാൾ വലിയ നമസ്കാരം. അത് പ്രക്ഷേപണം ചെയ്ത ചാനലിന് ഒരു 1.5 നമസ്കാരം.